ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മളുള്ളത് മാനന്തവാടിയാണ്. നമ്മളെ സെയിം അസുഖമായിട്ട് വന്നതാണ്, വിശപ്പിന്റെ അസുഖം. രാത്രി നമ്മളെ 10:11 മണി ആയിട്ടുണ്ട്. നമ്മളെ സ്പെഷ്യൽ സാധനങ്ങളാണ് ഇവിടെ വാങ്ങിയിട്ടുള്ളത്. നമ്മളെ മാനന്തവാടി എല്ലാവർക്കും അറിയുന്ന ഈ തട്ടുകട സംഭവമില്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. നൈറ്റ് ഒരു 10 മണിക്ക് ശേഷം ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. നൈറ്റ് ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഇപ്പം നമ്മളെ മെയിൻ ഐറ്റംസ് ആണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ മെയിൻ ആയിട്ട് വരുന്നത് ഈ ഒരു കാടപൊരിച്ച് തിന്നാനാണ് കേട്ടോ. പക്ഷെ ഇവിടെ കാടപൊരിച്ച് മാത്രമൊന്നുമല്ല കേട്ടോ കിട്ടുക. കാടപൊരിച്ചത് എൻ്റെ കൈ കിട്ടിയിട്ട് ഞാൻ കൊടുക്കാതെ തിന്നുന്ന ഒരു രംഗാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നല്ല മനസ്സുള്ള ഞാൻ കൊടുത്തു. അപ്പം നമ്മൾ പറഞ്ഞത് ഇവിടെ കാടപൊരിച്ച് മാത്രമല്ല, ചിക്കൻ പൊരിച്ചതും അതുപോലെ തന്നെ ഓംപ്ലേറ്റ്, പത്തല്, ഭൂരി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടാവില്ലുണ്ട്. അപ്പോൾ ഞങ്ങൾ തീറ്റ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും, വീട്ടിൽ നിന്നൊന്നും കിട്ടാതെ ഇറങ്ങി വന്നതാണ്. കണ്ടോ, എൻ്റെ കെട്ടിന് പാത്രം വരെ ബാക്കിയൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഫുഡല്ലേ, വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ആളത് വടിച്ചെടുത്ത് തിന്നണത്. അങ്ങനെ ഞങ്ങൾ ഈ ആക്രാന്തം കണ്ട് പുറത്തോട്ട് നോക്കുമ്പോൾ വേറൊരാൾ ദയനീയമായി നോക്കിയിട്ടുണ്ടോ. ഈ ഒരു ദയനീയത കണ്ട് ഞാൻ അവർക്കും അത് കഴിഞ്ഞപ്പോൾ ഇത് അടുത്ത ആൾ വന്നിരിക്കുക, ഇതിപ്പോൾ എന്തത്. അങ്ങനെ നമ്മൾ അവിടുത്തെ തീറ്റ കൊടുക്കലെല്ലാം അവസാനിപ്പിച്ച് നമ്മൾ നേരതാ വേറൊരു സ്ഥലത്തേക്ക് വിട്ടു. വേറെ ഇടല്ല, എല്ലാവർക്കും അറിയുന്ന ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ മാനന്തവാടിയുള്ള ടീ പോട്ട്. ഇവിടുത്തെ വൈറലായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ബിരിയാണി ചായ. എന്നാൽ പിന്നെ അതും കൂടി കുടിച്ചാളാന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഞാൻ പൊതുവെ ചായ കുടിക്കാത്ത ആളായതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് വലിയ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ബിരിയാണി ചായ എന്നുള്ള പേരിന് പറ്റിയ അതേ വൈബിളൊരു ചായ. എന്നാൽ പിന്നെ ചായ കുടിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ഉപ്പിലിട്ട് ട്രൈ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, നമ്മൾ വാങ്ങിയത് മാങ്ങ മാത്രമാണ് കേട്ടോ. പക്ഷെ ചെറുതായിട്ടൊന്ന് പണിവാലി. എൻ്റെ ആ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നല്ല ഉപ്പ് പിടിച്ചിട്ടുള്ള മാങ്ങയെന്ന്. എന്നാലും നമ്മൾ തിന്നും, അതാണല്ലോ അതിൻ്റെ ഒരു ഇത് തിന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ കഫേന്ന് ഒരു പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഏതാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇന്നത്തെ തീറ്റ ഇന്ന് അവസാനിപ്പിച്ച് വീട്ടിൽ പോവാം. അപ്പം ഇന്ന് ഇത്ര ഉള്ളൂ. ബൈ.